ഹായ് സ്റ്റുഡൻസ്, ഏവർക്കും 10ാം തരം കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം തരം കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ 2 വോളിയൂംസ് ആയിട്ടാണ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1ാമത്തെ വോളിയത്തിൽ 4 ചാപ്റ്റേഴ്സും 2ാമത്തെ വോളിയത്തിൽ 3 ചാപ്റ്റേഴ്സുമായിട്ടാണ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തെ വോളിയത്തിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അഥവാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന പാഠഭാഗം. ഇതിൽ ആമുഖമായി പറയുമ്പോൾ ആറ്റം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ആശയങ്ങൾ ഓടിയെത്തും. എന്തൊക്കെയാണെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്വയമായി ഒന്ന് പറയാമോ? ആറ്റം എന്ന് കേൾക്കുമ്പോൾ 3 സൂക്ഷ്മ കണങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നും അറിയാം. അവ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ആശയം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക? ആറ്റത്തിന്റെ ഉള്ളിലായി, അതായത് കേന്ദ്രഭാഗത്ത് പോസിറ്റീവ് ചാർജുള്ള ഒരു ചെറിയ പ്രദേശം ഉണ്ട്. അതിനെ എന്ത് വിളിക്കും എന്നൊരു പറയാമോ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ എവിടെ കാണും? ഇലക്ട്രോണുകൾ അതിൻ്റെ ചുറ്റുമായി നിശ്ചിതമായ വഴികളിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില പാതകൾ ഉണ്ട് എന്ന് ആദിമകാലങ്ങളിൽ ആറ്റത്തെ പറ്റി പഠനം നടത്തിയ നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു. ഈ പാതയെ മുഖ്യ ഊർജ നിലകൾ അഥവാ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. മെയിൻ ഷെൽസ് അല്ലെങ്കിൽ മെയിൻ എനർജി ലെവൽസ് എന്ന് വിളിക്കാറുണ്ട്. മുഖ്യ ഊർജ നിലകൾ അല്ലെങ്കിൽ മുഖ്യ ഷെല്ലുകൾ. ഈ ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. അതായത് 1ാമത്തെ ഷെല്ല് കെ ഷെല്ലും 2ാമത്തെ ഷെല്ല് എൽ ഷെല്ലും 3ാമത്തെ ഷെല്ല് എന്നും 4ാമത്തെ ഷെല്ല് എം ഷെല്ലുമാണ്. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ഒരുപക്ഷെ പഠിച്ചു കാണും. ഈ ഓരോ മുഖ്യ ഷെല്ലുകളിലും പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം നിങ്ങളുടെ മനസ്സിലുണ്ട്. കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 8ഉം എം ഷെല്ലിൽ 18ഉം എൻ ഷെല്ലിൽ 32ഉം വീതം ഇലക്ട്രോണുകൾ ഉണ്ട്. ഇത് നീൽസ് ബോർ അവതരിപ്പിച്ച ആറ്റത്തിന്റെ ഒരു ബോർ മാതൃകയാണ്. പക്ഷേ പദാർത്ഥങ്ങളുടെ എല്ലാ സവിശേഷ ഗുണങ്ങളും വിശദീകരിക്കുവാൻ ഈ മാതൃക പരാജയപ്പെട്ടതുകൊണ്ട് കൂടുതൽ പഠനങ്ങൾ ഈ മേഖലയിൽ ആവശ്യമായി വന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ എന്താണ് ആറ്റത്തെ പറ്റിയുള്ള ആധുനിക സങ്കല്പന എന്നുള്ള വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കൂടുതൽ അറിവുകൾ. നമുക്കറിയാം, ആറ്റത്തിലെ മെയിൻ ഷെല്ലുകൾ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെൽ എന്നിവയാണ്. ഈ മുഖ്യ ഷെല്ലുകളെ മെയിൻ എനർജി ലെവൽസ് എന്ന് പറയുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ വീണ്ടും വിശദമായി നോക്കുമ്പോൾ ഓരോ ഷെല്ലുകളിലും വീണ്ടും അനേകം സബ്ഷെല്ലുകൾ കാണപ്പെടുന്നു. ഓരോ ഷെല്ലുകളിലും വീണ്ടും അനേകം സബ്ഷെല്ലുകൾ. ഉദാഹരണമായി 1ാമത്തെ ഷെല്ലാകുന്ന കെ ഷെല്ലിന് ഒരു സബ്ഷെൽ മാത്രം ഉള്ളൂ. അതിൻ്റെ പേരാണ്
എസ് സബ് ഷെൽ. എന്നാൽ രണ്ടാമത്തെ ഷെല്ലാകുന്ന എൽ ഷെല്ലിന് 2 സബ് ഷെല്ലുണ്ട്. അതിൻ്റെ പേരാണ് എസ് സബ് ഷെൽ, പി സബ് ഷെൽ. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ടായിരിക്കും? വളരെ വ്യക്തമാണ്, 3 സബ് ഷെൽ ഉണ്ടായിരിക്കും. അവ എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, ഡി സബ് ഷെൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നാലാമത്തെ ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ടാവും? 4 സബ് ഷെല്ല് നാലാമത്തെ ഷെല്ലിനുണ്ടാകും. അവ എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, ഡി സബ് ഷെല്ല്, എഫ് സബ് ഷെൽ. അങ്ങനെ 4 സബ് ഷെൽ 4 സബ് ഷെല്ലുകൾ നാലാമത്തെ ഷെല്ലിനുണ്ട്. എസ് ഷാർപ്പ് എന്ന വാക്കിൽ നിന്നാണ് എസ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. എസ് എന്ന സബ് ഷെല്ലിന് പേരിട്ടിരിക്കുന്നത് ഷാർപ്പ് എന്ന വേർഡിൽ നിന്നാണ്. പ്രിൻസിപ്പൽ എന്ന പദത്തിൽ നിന്നാണ് പി എന്ന പേര് വന്നത്. എന്നാൽ ഡിഫ്യൂസ് എന്ന പദത്തിൽ നിന്നാണ് ഡി എന്ന പേരുണ്ടായത്. അതുപോലെ ഫണ്ടമെന്റൽ, അതിൽ നിന്നാണ് എഫ് ഉണ്ടായത്. അപ്പോൾ ഓരോ ഷെല്ലുകളെയും വീണ്ടും സബ് ഷെല്ലുകളായി തിരിക്കുന്നു. അതിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു. ഇനി ഓരോ സബ് ഷെല്ലുകളിലും ഇലക്ട്രോൺസിനെ കാണുവാൻ സാധ്യതയുള്ള ത്രിമാന തലങ്ങളിലുള്ള 3 ഡൈമെൻഷണൽ ത്രിമാന തലങ്ങളിലുള്ള ചില മേഖലകൾ അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ട്. ഇത്തരം മേഖലകളെ നാം വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോ സബ് ഷെല്ലുകളിലും ഇലക്ട്രോണിനെ കാണുവാൻ കൂടുതൽ സമയം കാണുവാൻ സാധ്യതയുള്ള ചില ഏരിയാസ്, ആ ഏരിയാസിനെ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നു. എസ് സബ് ഷെല്ലിന് ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പി സബ് ഷെല്ലിന് 3 ഓർബിറ്റൽ ഉണ്ടായിരിക്കും. എസിന് 1, പിക്ക് 3. അപ്പൊ ഡിക്ക് എത്ര ഉണ്ടാവും? 1, 3, അടുത്ത നമ്പർ 5. അപ്പൊ ഡിക്ക് 5 ഓർബിറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ എഫിന് എത്ര ഉണ്ടാവും? വളരെ വ്യക്തമാണ്, 7 ഓർബിറ്റൽ എഫിനുണ്ടാകും. അടുത്ത ആശയം, ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് എസ് സബ് ഷെല്ലിന് ഒരു ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് അതിൽ 2 ഇലക്ട്രോൺ പരമാവധി കൊള്ളും. എന്നാൽ പി സബ് ഷെല്ലിന് 3 ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് പി സബ് ഷെല്ലിൽ പരമാവധി 3, 6 ഇലക്ട്രോൺ കൊള്ളും. ഡി സബ് ഷെല്ലിന് 5 ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകൾ 10 ഇലക്ട്രോൺസ് ആയിരിക്കും, അറിയാമല്ലോ. എന്നാൽ എഫ് സബ് ഷെല്ലിന് 7 ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് അതിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 7, 2, 14 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ കെ ഷെല്ലിന് ഒരു സബ് ഷെല്ല്, അതിൽ 1 ഓർബിറ്റൽ, അതുകൊണ്ട് 2 ഇലക്ട്രോൺ കൊള്ളും. എന്നാൽ എൽ ഷെല്ലിന് 2 സബ് ഷെൽ, എസും പിയും. എസിൽ 2, പിയിൽ 6. അപ്പൊ ടോട്ടൽ നമ്പർ 8. അങ്ങനെയാണ് എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നത്. എമ്മില് 3 സബ് ഷെൽ, എസിൽ 2, പിയിൽ 6, ഡിയിൽ 10. ടോട്ടൽ കൂട്ടുമ്പോൾ 18 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വന്നത്. നാലാമത്തെ ഷെല്ലാകുന്ന എന്നില് എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ, എഫിൽ 14 ഇലക്ട്രോൺ. ടോട്ടൽ നമ്പർ കൂട്ടുമ്പോൾ അതിൽ 32 ഇലക്ട്രോൺ വന്നി. ഇങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ആശയം, എസ് സബ് ഷെല്ലിൻ്റെ ആകൃതി ഗോളാകൃതിയാണ്.
ഗോളാകൃതി അല്ലെങ്കിൽ സ്പിറിക്കൽ. എന്നാൽ പി സബ്ഷെല്ലിന്റെ ആകൃതി ഡംബൽ ആകൃതിയാണ് പി സബ്ഷെല്ലിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആറ്റത്തെ പറ്റി നമ്മൾ ഷെല്ലുകളുണ്ട്, മുഖ്യ ഷെല്ലുകൾ, മെയിൻ എനർജി ലെവൽസ്, കെ എൽ എം എൻ നമ്മൾ പഠിച്ചു. ഓരോ ഷെല്ലുകളിലും സബ് ഷെല്ലുകളുണ്ട്. ഒന്നാമത്തെ ഷെല്ലാകുന്ന കെ ഷെല്ലിന് ഒരു സബ് ഷെൽ, അതാണ് എസ് സബ് ഷെൽ. രണ്ടാമത്തെ ഷെല്ലാകുന്ന എല്ലിന് എസ് സബ് ഷെൽ ആൻഡ് പി സബ് ഷെല്ലുണ്ട്. മൂന്നാമത്തെ ഷെല്ലാകുന്ന എം ഷെല്ലിന് 3 സബ് ഷെല്ല്, എസ് പി ഡി. നാലാമത്തെ ഷെല്ലാകുന്ന എഫ് സബ് ഷെല്ലിന് എസ് പി ഡി എഫ്. ഇനി ഓരോ സബ് ഷെല്ലുകളിലും ഓർബിറ്റൽ ഉണ്ട് എന്ന് നാം കണ്ടു. എസ് സബ് ഷെല്ലിന് ഒരു ഓർബിറ്റൽ, എന്നാൽ പിക്ക് 3 ഓർബിറ്റൽ, ഡിക്ക് 5 ഓർബിറ്റൽ, എഫിന് 7 ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിലും പരമാവധി 2 ഇലക്ട്രോൺ വീതം കൊള്ളുന്നു. അങ്ങനെ നോക്കുമ്പോൾ എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ആശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇതുവരെ നമ്മൾ എഴുതിയിരിക്കുന്ന രീതിയല്ല ഇനി നമ്മൾ സ്വീകരിക്കുന്നത്. സബ്ഷെൽ വൈസ്, സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നുള്ളതിനെ പറ്റിയാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഫിഗർ നിങ്ങളുടെ പാഠഭാഗത്തിലുണ്ടത്. ആ ഫിഗർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്ര വലിയ അറ്റോമിക് സംഖ്യ ഉള്ള മൂലകത്തിന്റെ ആണെങ്കിലും ഇത് നോക്കിക്കൊണ്ട് നമുക്ക് സിമ്പിളായി എഴുതാൻ കഴിയും. ആ ഒരു ഫിഗർ ഏറ്റവും ടോപ്പിൽ 1s, അടിയിൽ 2s 2p, അതിൻ്റെ അടിയിൽ 3s 3p 3d, നാലാമത്തെ ലൈനിൽ 4s 4p 4d 4f, അഞ്ചാമത്തെ ലൈനിൽ 5s 5p 5d 5f. പിന്നെ ഒരു ക്രോസ് മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൽ ഇലക്ട്രോൺ ക്രമീകരിക്കുന്നത് ഊർജം കൂടി വരുന്ന ക്രമം. ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. അതായത് ഊർജം കുറഞ്ഞ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമേ പുറത്തുള്ള ഊർജം കൂടിയ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയും. അങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണമായി ഹൈഡ്രജന്റെ അറ്റോമിക സംഖ്യ 1, അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആധുനിക സങ്കല്പന പ്രകാരം ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? ഒരു ഇലക്ട്രോൺ ഒന്നാമത്തെ ഷെല്ലിലെ ഒരേ ഒരു സബ് ഷെല്ലാകുന്ന എസ് സബ് ഷെല്ലിൽ നിറയുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വായിക്കാം 1s1. എസിന്റെ ഇടതുഭാഗത്ത് കാണുന്ന 1 മെയിൻ ഷെല്ലിനെയും എസിന്റെ മുകളിൽ കാണുന്ന 1 അതിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഹൈഡ്രജന്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം 1s1 എന്നാണ്. അപ്പോൾ ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ 2 ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്ന് നോക്കാം. 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ഷെല്ലാകുന്ന കെ ഷെല്ലിലെ ഒരേ ഒരു സബ് ഷെല്ലാകുന്ന എസിലേക്കാണ് ആദ്യം ഇലക്ട്രോൺ പോകുന്നത്. എസിൽ പരമാവധി 2 ഇലക്ട്രോൺ കൊള്ളും. അതുകൊണ്ട് 1s2 എന്നെഴുതാം. അതാണ് ഹീലിയത്തിന്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ ഒന്നാമത്തെ മെയിൻ ഷെല്ലിലെ ഒരേ ഒരു സബ് ഷെല്ലാകുന്ന
എസ് സബ്ഷെൽ നിറഞ്ഞു. ഇനി ലിഥിയത്തിന്റെ അറ്റോമിക സംഖ്യ 3 ആയതുകൊണ്ട് അതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 3 ഇലക്ട്രോൺസ് എവിടെ ക്രമീകരിക്കാം? ആദ്യമായി ഇലക്ട്രോൺ പോകുന്നത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലേക്കാണ്. അവിടെ 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം 1s2. അപ്പൊ 2 ഇലക്ട്രോൺ ഒന്നാമത്തെ മെയിൻ ഷെല്ലിലെ സബ്ഷെല്ലാകുന്ന എസ് സബ്ഷെല്ലിൽ നിറഞ്ഞു. ബാക്കിയുള്ള 1 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലാകുന്ന എൽ ഷെല്ലിലെ ആദ്യത്തെ സബ്ഷെല്ലാകുന്ന എസിലേക്ക് പോകുന്നു. അപ്പൊ 2s1. അപ്പോൾ ടോട്ടൽ പറയുമ്പോൾ 1s2 2s1. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ നമ്പർ 3 ആയി. ഇനി ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണെങ്കിലോ വളരെ വ്യക്തമായി ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോകാം. നമ്മുടെ ഫിഗർ ഡയഗ്രം നോക്കിക്കൊണ്ട് നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടാകും. ആദ്യം ഇലക്ട്രോൺ പോകുന്നത് 1s2. ബാക്കിയുള്ള 2 ഇലക്ട്രോൺ സെക്കൻഡ് മെയിൻ ഷെല്ലിലെ ഫസ്റ്റ് സബ്ഷെല്ലിലെ സബ്ഷെല്ലാകുന്ന എസിലേക്ക് പോകുന്നു. അപ്പൊ 1s2 2s2. ഇപ്പൊ ടോട്ടൽ 2 4 ഇലക്ട്രോണായി. ഇനി കാർബണിന്റെ എക്സാമ്പിൾ, കാർബണിന്റെ അറ്റോമിക സംഖ്യ 6 ആയതുകൊണ്ട് നമുക്കത് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. കാർബണിന്റെ അറ്റോമിക സംഖ്യ 6. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ 2 ഇലക്ട്രോൺ 1s2ലേക്ക് പോകുന്നു, 1sലേക്ക് പോകുന്നു. അവിടെ 1s2. ബാക്കിയുള്ള 4 ഇലക്ട്രോൺ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെയിൻ ഷെൽ നിറഞ്ഞു. ഇനി സെക്കൻഡ് മെയിൻ ഷെൽ ആരംഭിക്കുന്നു. 2s2. അപ്പൊ 2 4 ബാക്കിയുള്ള 2s നിറയുമ്പോൾ സെക്കൻഡ് മെയിൻ ഷെല്ലിലെ രണ്ടാമത്തെ സബ്ഷെല്ലാകുന്ന പിയിലേക്ക് പോകുന്നു. പിയിൽ മാക്സിമം 6 കൊള്ളും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇനി 2 ഇലക്ട്രോൺസിന്റെ ആവശ്യമുള്ളൂ. 2 2 2. അപ്പൊ 1s2 2s2 2p2. ടോട്ടൽ കൂട്ടുമ്പോൾ 6 ആയി. ഇതാണ് കാർബണിന്റെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. 1s2 2s2 2p2. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണെങ്കിലോ 9 ഇലക്ട്രോൺ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അപ്പൊ നമ്മൾ ഫിഗർ നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 1s2, അത് കഴിഞ്ഞ് 2s2, അത് കഴിഞ്ഞ് 2p 2 2 4 കഴിഞ്ഞു. ബാക്കി പിയിൽ 6 കൊള്ളും, പക്ഷെ നമുക്ക് 5 ഉള്ളൂ. അപ്പൊ 2p5. അപ്പൊ ടോട്ടൽ നമ്മൾ കൂട്ടുമ്പോൾ 9 ആയി. ഓക്കെ. നിയോണിന്റെ 10 ആണെങ്കിലോ, അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയതുപോലെ തന്നെ എഴുതാൻ പറ്റും. 1s2 2s2 2p6. കാരണം പിയിൽ മാക്സിമം പരമാവധി 6 ഇലക്ട്രോൺ കൊള്ളും എന്ന് നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ കൂട്ടുമ്പോൾ 2 2 4 4 6 10 ആയി. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 11 ആണെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. 1s2 2s2 2p6. അപ്പൊ അവിടെ നമ്മൾ എഴുതുമ്പോൾ സെക്കൻഡ് മെയിൻ ഷെൽ നിറഞ്ഞു, എസും പിയും നിറഞ്ഞു. 10 ഇലക്ട്രോൺ അങ്ങനെ മാറി. ടോട്ടൽ നമ്പർ 11 ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. ആ 1 ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ല് നിറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ ഷെല്ലിലേക്ക്, ഊർജ്ജം കൂടിയ ഷെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ 1s2 2s2 2p6 കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന 1 ഇലക്ട്രോൺ 3s1ലേക്ക് പോകുന്നു. അപ്പൊ ടോട്ടൽ 1s2 2s2 2p6 3s1. അപ്പൊ നമ്മൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസമായി, അതിന്റെ ഉത്തരമായി. ഇതേ രീതിയിൽ ഏത് അറ്റോമിക് നമ്പർ വന്നാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഫിഗർ അനുസരിച്ച് ഏത് ചോദ്യത്തിന്റെയും ഉത്തരം അനായാസം കണ്ടെത്താൻ കഴിയും. മറ്റൊരു എക്സാമ്പിൾ, ക്ലോറിന്റെ അറ്റോമിക സംഖ്യ 17 ആണെങ്കിൽ, അറ്റോമിക് നമ്പർ 17. അപ്പോൾ നമുക്ക് എഴുതാൻ ആരംഭിക്കാം. 1s2 2s2 2p6 നിറഞ്ഞു. 3s2
3p17 മതി. അപ്പോൾ 3p5. ഇതാണ് ക്ലോറിൻ്റെ സബ്ഷൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. മറ്റൊരു എക്സാമ്പിൾ പറയാം. കാൽഷ്യത്തിൻ്റെ അറ്റോമിക സംഖ്യ 20 ആണെങ്കിൽ കാൽഷ്യം 20 നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് വളരെ വ്യക്തമായി അത് എഴുതാൻ കഴിയും. ആ ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് 1s D2s 2p ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരച്ചാൽ വളരെ സിമ്പിളായി എഴുതാൻ കഴിയും. നമുക്ക് എഴുതി നോക്കാം. 1s2 ഫസ്റ്റ് ഷെല്ല് നിറഞ്ഞു. 2s2 2p6 സെക്കൻഡ് മെയിൻ ഷെല്ല് നിറഞ്ഞു. 3s2 3p6 3s2 3p6 3p6 കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 3Dയിലേക്കല്ല, മറിച്ച് 3p6 കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന 2 ഇലക്ട്രോൺ പോകുന്നത് നമ്മുടെ ഫിഗർ അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ 4s2യിലേക്കാണ്. 4s2. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2. ഇതാണ് അതിൻ്റെ സബ്ഷൽ ക്രമത്തിലുള്ള